ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമ്മളീ പോകുന്നത് വേളാങ്കണ്ണിയിലോട്ടാണ്. വേളാങ്കണ്ണിയിലോട്ട് പോകുന്നൊരു നേർച്ച പോലെ പോകണമെന്നുണ്ടായിരുന്നു, അങ്ങനെ പോകുന്നതാണ്. എനിക്കുട്ടിക്ക് ഇപ്പോൾ 4 മാസം ആവാറായി. അവളെ കൊണ്ട് ആദ്യത്തെ ലോങ് ട്രിപ്പാണിത്. അപ്പോൾ നമ്മൾ ഏകദേശം തമിഴ്നാട്ടിലോട്ട് എത്തി. അപ്പോൾ ഒരുപാട് പനകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം പല ഉൽപ്പന്നങ്ങളൊക്കെ വഴി സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിൻമില്ല് റോഡ് സൈഡിൽ ഒരുപാട് വിൻമില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പൊക്കമാണ് വിൻമില്ല്. നമ്മൾ കാണുമ്പോൾ ദൂരെ കാണുമ്പോൾ ചെറുതാണ്, പക്ഷേ എത്രയോ അടി പൊക്കമുണ്ടെന്ന് ചേട്ടൻ ഇങ്ങനെ അതുപോലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ തുടക്കം. അങ്ങോട്ട് പോകും തോറും കണ്ട നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ലീഫ് ചെറുതായിട്ട് കറങ്ങുന്നത് പോലെ, പക്ഷേ ഭയങ്കര കാറ്റിലാണ് അത് കറങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ഇങ്ങനെ മലയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഗൾഫ് രാജ്യങ്ങളിലോട്ട് പോകുന്നൊരു റോഡ് പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്കത് തോന്നിയോന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെയാണ് തോന്നിയത്. ഇങ്ങനെ ആ ഒരു റോഡൊക്കെ അടിപൊളിയായിരുന്നു പോകാനായിട്ട്. സത്യം പറയാലോ, റോഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതാ ആ മുട്ടനാടിൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ല വ്യൂ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെയാണ് തിരിച്ചത്. അപ്പോൾ അത് വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ ഇറങ്ങി. അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ആയിരുന്നു ചൂസ് ചെയ്തത്. കാരണം അതിരാവിലെ യാത്രയൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ കഴിക്കുകയാണെങ്കിൽ ചിലപ്പം വയറ്റിൽ പിടിക്കത്തില്ല. അതുകൊണ്ട് എന്തായാലും വെജിറ്റേറിയൻ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കുട്ടി ഇങ്ങനെ നോക്കിയാണ്. അവൾക്ക് ഫാനാണ് ഭയങ്കര ഇഷ്ടം. എവിടെ പോയാലും അവൾ ഫാനുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത മസാല ദോശയായിരുന്നു. മസാല ദോശ വലിയ രസമൊന്നുമില്ല, വട കൊള്ളായിരുന്നു. എന്നാലും വിശന്നിരുന്നതുകൊണ്ട് കഴിച്ചു. പിന്നെ മസാലയൊന്നും ഞാൻ കഴിച്ചില്ല, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, തണുത്തതായിരുന്നു. പിന്നെ ഈ ഒരു സാധനം, ഇത് കേസരിയാണ്, ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല വ്യൂ ആണ്. കാറ്റിങ്ങനെ, ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അറിയാണ്ട് ഇങ്ങനെ കറങ്ങിപ്പോയി. അപ്പോൾ ഇതാണ് കരി ഉണ്ടാക്കുന്നത് ഇവിടെയാണ്, കരിപ്പാടം. ഇവിടുന്ന് കേരളത്തിലോട്ടൊക്കെ ഹോട്ടലുകളിലൊക്കെ കരി ഇവിടെ നിന്നാണ് കയറ്റി വിടുന്നതാണ് ചേട്ടൻ പറയുന്നത്. എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമോ ഗൈസ്? അപ്പോൾ നമ്മളിവിടെ കൂടെ പോവുകയാണ്. അപ്പം ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ കൂടെ മാനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെൽകൃഷി, അതുപോലെ തന്നെ പിന്നെ കൂൺ, അതുപോലെ ചോളം, അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടനെ കൈ കടിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. നല്ല രസമുണ്ടായിരുന്നു. കാരണം വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ തിരക്കുണ്ട്, എന്നാൽ തിരക്കില്ല, അങ്ങനെയാണ്. ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മുടെ ഇതാണ്, അതായത് ഇത് എന്താ പറയുക, കൃഷിയും അതുപോലെ തന്നെ സൂര്യകാന്തി പാടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെയായിട്ട് കാറ്റാടി യന്ത്രങ്ങൾ ഉണ്ട്. അതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ പാട്ടൊക്കെ ഇട്ട് നല്ല വൈബിൽ പോവുകയാണ്. ഇടയ്ക്ക് കമൻറ്റ് പറയുന്നുണ്ട്, വണ്ടി ഓട്ടിക്കണോ എന്നൊക്കെ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. കാരണം പിന്നെ അത്ര വിശ്വാസമില്ല. അപ്പോൾ നമ്മളങ്ങനെ വേളാങ്കണ്ണിയിലെത്തി, റൂമൊക്കെ എടുത്തു, ഒന്ന് ഫ്രഷായിട്ട് പുറത്തോട്ട് പോകണം. അപ്പോൾ നമ്മളങ്ങനെ ഫ്രഷായിട്ട് ഇതാ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. അപ്പോൾ രാത്രിയുള്ള കുറേ കാഴ്ചകൾ, ഭയങ്കര തിരക്കാണ് ഇവിടെ. സീസണാണിപ്പോൾ, വീക്കെൻഡിൽ ഇവിടെ ഒരുപാട് തിരക്കാണ്. അപ്പോൾ ഹോട്ടലിൽ തന്നെ കിട്ടാൻ വലിയ പാടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് വെറൈറ്റി അലുവകൾ, എവിടെ നോക്കിയാലും വെറൈറ്റി അലുവകൾ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറേ അലുവകളൊക്കെ ടേസ്റ്റ് ചെയ്തു. 1-2 വാങ്ങിക്കൊള്ളാൻ നല്ല ടേസ്റ്റുണ്ട്, ചിലതൊക്കെ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റാണ്, പള്ളിയോട് ചേർന്ന്. ഇതിപ്പോൾ രാത്രി ഒരു 11 മണിയൊക്കെ ആയി കാണും, എന്നാലും ഇവിടെ ഒരുപാട് തിരക്കാണ്. ചർച്ചിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നു പോവുകയാണ്. നടന്നു പോകാൻ ഒരുപാട് കാഴ്ച, കാരണം അത്രയും ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ മുമ്പിലോട്ടൊരു കറുത്ത ആളിതാ വന്നത്. ഇടിക്കുമെന്നൊരു പേടിയായിരുന്നു ഞാൻ, എന്നാലും ഞാൻ സൈഡ് ഒതുങ്ങി ഇങ്ങനെ പോയി. അത് പോത്തുകൂട്ടനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കും. ഇതാണ് ഫസ്റ്റ് പള്ളി, ഇത് പിന്നീടത്തെ പള്ളിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പള്ളിയുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ്. നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വേളാങ്കണ്ണിയിൽ വരുന്നത്. നല്ലൊരു പീസ്ഫുള്ളായിരുന്നു. രാത്രി കാണാനാണ് കുറച്ചുകൂടെ നല്ലത്. നല്ല ഒരു വൈബായിരുന്നു. പള്ളിയുടെ കുർബാനയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരിങ്ങനെ കാണാനായിട്ട്, മലയാളികളും തമിഴരും എല്ലാവരും ഉണ്ടായിരുന്നു. തെലുങ്ക്, കന്നഡ
പിന്നെ ഇവിടെ ഒരുപാട് സീ ഫുഡുകളൊക്കെ കിട്ടും, കടലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങനെ ആ സീ ഫുഡൊക്കെ നോക്കി. പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ ഗെയിംസൊക്കെ വെച്ചിട്ടുണ്ട്. അവരിങ്ങനെ ഗെയിംസൊക്കെ നോക്കിയാണ്. ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു. അത് ഇനി പിറ്റേ ദിവസം രാവിലെ നമ്മൾ പള്ളിയിലോട്ട് പോയി. അപ്പോൾ പള്ളിയിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഫസ്റ്റ് നമ്മൾ ഇവിടെയാണ് കയറിയത്, ഈ ഒരു പള്ളി, ചെറിയൊരു പള്ളിയിലോട്ട്. അവിടെ വന്ന് നമ്മളിങ്ങനെ മാതാവിനെയൊക്കെ കണ്ടു, തൊഴുതു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട നേർച്ചകളൊക്കെ കൊടുത്തു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കും. ഫോട്ടോസ് ചില സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല, ചില സ്ഥലങ്ങളിൽ ഫോട്ടോയൊക്കെ എടുക്കാൻ കുഴപ്പമില്ല. ഒരുപാട് പേര് ഫോട്ടോ വയ്ക്കുന്നുണ്ട്. നമുക്കറിയില്ല ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ അങ്ങ് നമ്മൾ നോക്കിയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോ രൂപത്തിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളങ്ങനെ നല്ല പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥിച്ച് നമ്മൾ പിന്നെ അവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതും അങ്ങനെ അത്ഭുതം കാണിച്ചതുമായിട്ടുള്ള ഒരുപാട് ചരിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചുമരിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ബ്ലെസ്സിങ് ആണ്, അച്ഛൻ എല്ലാവരെയും ബ്ലെസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും ബ്ലെസ്സിങ് ചെയ്തായിരുന്നു. പിന്നെ എന്താ പറയുക, നല്ല രസമായിരുന്നു കാണാനൊക്കെ. പിന്നെ ഇവിടെയാണ് എല്ലാവരും വന്ന് മുട്ടയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ല, എല്ലാവരും ഇവിടെ വന്ന് മുട്ടയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറേ ഗാർഡനിങ് ഒക്കെയാണ്, ഒരുപാട് ഗാർഡനിങ് ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഇതാണ് വലിയൊരു പള്ളി. ഇത് കാണാൻ തന്നെ എന്താ പറയുക, നമ്മൾ പുറത്തോട്ടൊക്കെയുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് കാണാനായിട്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഭയങ്കര തിരക്കാണ്. നമുക്ക് ഈ പള്ളിക്കകത്ത് ഫോൺ നമുക്ക് കൊണ്ട് കയറ്റാൻ പറ്റത്തില്ല, അലൗഡല്ല. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്ക്. അതിന് മഴയും കൂടെ പെയ്തു. അപ്പോൾ ആകെ മൊത്തവും ചളമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മൾ പള്ളിയിൽ നമ്മൾ വന്നത് തൊഴാനും കാര്യത്തിനൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ ഞാനും വാവയും കൂടി നിൽക്കുന്നു. വാവയ്ക്കാണെങ്കിൽ മഴയൊക്കെ ആയതുകൊണ്ട് അധികം പുറത്തോട്ടൊക്കെ പോകാനൊന്നും പറ്റാതെ നിന്ന് പിന്നെ വേറൊരു പള്ളിയിലോട്ട് കയറി. ഇവിടെ വന്നപ്പോൾ ഇരിക്കാനൊക്കെ സ്പേസ് ഒരുപാടുണ്ട്. സമാധാനത്തോടുകൂടി ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് അടുത്തടുത്ത് ഒരുപാട് ചർച്ചുകളാണ് നമുക്കിങ്ങനെ കാണാനും. അതിൻ്റെ ഡിസൈൻസൊക്കെ ഭയങ്കര കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മളിങ്ങനെ നോക്കിപ്പോവും, കാരണം അങ്ങനത്തെ ഒരു ഇതിലുമാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഓരോ സൈഡായിട്ടൊക്കെ കറങ്ങി കാണുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരുപാട് പേര് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളും അതിൻ്റെ ഇടയിൽ ചെറിയ വീഡിയോസ് എടുത്തിട്ട് നമ്മളതിനെ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. നടന്ന് ഓരോന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് പന നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണ വരുന്ന എണ്ണപ്പന അതൊക്കെ ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്. എനിക്കിതൊന്നെ പറ്റി അറിഞ്ഞുകൂടാ. ഇങ്ങനെ ചേട്ടൻ ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നത്. അവരൊരുപാട് പ്രാവശ്യം ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ടാണ് ചേട്ടൻ വരാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിലോട്ട് വീണ്ടും കാണാം.